ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. തയ്യൽ തുടക്കം മുതൽ പഠിക്കാം എന്നുള്ളതിൻ്റെ 6ാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് കൈകൊണ്ട് ഹെം ചെയ്യുന്ന രീതി, അതായത് നമ്മൾ തയ്യൽ പഠിക്കുമ്പോൾ തന്നെ അതോടൊപ്പം പഠിച്ചിരിക്കേണ്ട കാര്യം കൂടിയാണ് ഈ കൈകൊണ്ട് നമ്മൾ ഹെം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയും ഒക്കെ നെക്ക് നമ്മൾ മെഷീനിൽ തയ്ച്ചാലും അതിൻ്റെ നെക്കൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ഹെം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നതും, അതുപോലെ തന്നെ ഒട്ടും വളവില്ലാതെ നമുക്ക് എങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ തയ്ക്കുന്നതും അങ്ങനെ കുറേ തയ്യലിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അതുപോലെ നമ്മൾ തയ്ക്കുമ്പോൾ വാങ്ങിക്കേണ്ട, തയ്യൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഹെം ചെയ്യുന്നതിനാദ്യം നമ്മൾ ഇതുപോലെ ഒരു സൂചി, കൈകൊണ്ട് തയ്ക്കുന്ന സൂചിയാണിത്, കൈത്തയ്യൽ തയ്ക്കുന്ന സൂചിയാണ്. ഇതുപോലെയുള്ള സൂചിയും നൂലും എടുക്കുക. നൂല് സൂചിയിൽ കൊരുത്തിട്ടുണ്ട്, കണ്ടോ, അടിഭാഗത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് തുണി ഇതുപോലെ, ഇത് കോട്ടൺ തുണി തന്നെയാണ്. ആദ്യം നമ്മൾ തയ്ച്ചു പഠിക്കുമ്പോൾ കോട്ടൺ തുണി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ആ മെഷീനിൽ 4 വശവും തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തില്ലേ, 4 ഇഞ്ച് വീതിയിൽ, അതേപോലെ തന്നെ ഡബിൾ ഫോൾഡ് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഈ എൻഡിലായിട്ട് ഇങ്ങനെ സൂചി കുത്തുക. ആദ്യം ഈ തുണിയിലാണ് കുത്തേണ്ടത്, അതിനുശേഷം ഈ തുണിയുടെ എഡ്ജിലേക്കും. നമ്മുടെ വിരൽ ഇതിൻ്റെ താഴെ തന്നെ വെച്ചേക്കണം. ഇതുപോലെ കുത്തുക, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്ത സ്റ്റിച്ച് ഇതേപോലെ തന്നെ ആദ്യം ഈ ക്ലോത്തിൽ കുത്തുക, പിന്നീട് ഈ ക്ലോത്തിൻ്റെ എഡ്ജിലായിട്ട് കുത്തിയെടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ടൊന്നും കിട്ടണം എന്നില്ല. നമ്മൾ ശരിക്കും മറ സൈഡ് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു നോട്ട് മാത്രമേ കാണുകയുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ വലിയ നോട്ട്സൊക്കെ ആയിരിക്കും വരുന്നത്. അത് സാരമില്ല, കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വിരൽ ഇവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ ആ വിരലിൻ്റെ ഭാഗത്ത് തന്നെ വേണം നമ്മൾ കുത്താനായിട്ട്. അല്ലാണ്ട് വിരലില്ലാണ്ട് ചുമ്മാ തുണിയിൽ കുത്തി അത് കൃത്യമായിട്ട് കിട്ടില്ല. ഇത് നമ്മൾ ചുരിദാറിൻ്റെ നെക്കിനും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ഒക്കെ നെക്കിനും നമ്മൾ മെഷീൻ സ്റ്റിച്ച് ചെയ്യില്ലല്ലോ നെക്ക് ഭാഗത്തൊന്നും. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റിച്ച് അത്യാവശ്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഇത്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക. മറ സൈഡ് നോക്കുമ്പോൾ കണ്ടോ, വളരെ ചെറിയ ഒരു ഡോട്ട് പോലെ മാത്രമേ ഈ സ്റ്റിച്ച് കാണുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ വളരെ ചെറിയ ഡോട്ടായിട്ട് മാത്രമേ കാണുകയുള്ളൂ. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്രയും ചെറുതാകണമെന്നില്ല, ചിലപ്പോൾ വലുതായി ഒക്കെ വരാം. അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വളവില്ലാതെ നല്ല ഭംഗിയായിട്ട് കർവൊക്കെ തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ അതും കൂടി ഒന്ന് തയ്ച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തുള്ള സ്റ്റിച്ചിങ്ങിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും റൗണ്ട് വരയ്ക്കാൻ അറിയാമായിരിക്കും. ഉണ്ടോ, ഞാൻ വരയ്ക്കുന്നതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇതുപോലെ റൗണ്ട് വരച്ചിട്ട് ഞാൻ നന്നായിട്ട് വരയ്ക്കുന്ന ആളൊന്നും അല്ല, അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് വരയ്ക്കാനൊന്നും എനിക്കറിയില്ല. ഇതുപോലെ കുറച്ച് റൗണ്ട്സ് ഇങ്ങനെ വട്ടത്തിൽ നിങ്ങളൊരു തുണിയിൽ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് ഇവിടുന്ന് തയ്യൽ സ്റ്റാർട്ട് ചെയ്യുക. ഇത് തയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ സൂചി കുത്തി നിർത്തി തയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ മെല്ലെ കുറച്ച് തയ്ച്ചതിന് ശേഷം സൂചി കുത്തി നിർത്തി ഫുട്ട് മെല്ലെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് വേണം, പൊക്കി തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ചരിവ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തയ്ച്ച് ഇത് ഫുള്ളായിട്ട് തയ്ച്ച് ദേ ഇവിടെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യണം. ഇതുപോലെ 2-3 കർവ് തയ്ച്ചാൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിച്ച് നോക്കുക. ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത്, നമ്മുടെ സാധാരണ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അല്പം സ്റ്റിച്ചിങ് സ്പേസ് ഒക്കെ കൂട്ടിയിട്ട് തന്നെ തയ്ക്കാം. നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇതേ കണ്ടോ, ഇങ്ങനെ നമ്മൾ വളച്ച് കൊടുക്കുക ഈ തുണി. അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ വരുമ്പോൾ ഇതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് മെല്ലെ ഈ ഫുട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് മെല്ലെ തുണി ഇങ്ങനെ ചരിച്ച് വെച്ചൊക്കെ തയ്ക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ എഡ്ജസ് ഒക്കെ തയ്ക്കാൻ പഠിക്കാൻ പറ്റും. ആദ്യം നമുക്ക് വളരെ സ്ലോലിയേ തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഉണ്ടോ, ഇതുപോലെ ഒന്ന് ഒത്തിരി ഫുട്ടങ്ങ് പൊക്കി വെക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഇതിൻ്റെ കർവ് അനുസരിച്ച് വളച്ച് തയ്ക്കുക. ഇനി നമ്മൾ
തയ്ച്ചു തുടങ്ങുമ്പോൾ വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങളെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ കത്രികയാണ്. തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രിക ആണ് പ്രധാനമായിട്ട് വേണ്ട സാധനം. അപ്പോൾ നല്ല ഒരു കത്രിക, കട്ടിയുള്ള വെയിറ്റുള്ള ഒരു കത്രിക തന്നെ വാങ്ങിക്കുക തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു ചെറിയ കത്രിക കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരു കത്രിക ആയാലും മതി, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് കട്ടർ എന്ന് പറയും. നമ്മൾ തുണിയൊക്കെ മെഷീനിൽ നിന്നും നൂല് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് കട്ടർ. പിന്നെ വേണ്ടത് ചോക്ക്, നമ്മൾ തുണിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് പലതരത്തിലുള്ള ചോക്കുകളുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ചോക്ക്. പിന്നെ വേണ്ടത് ഒരു സ്കെയില്. ഇപ്പോൾ തടിയുടെയൊക്കെ സ്കെയിൽ നല്ല ലെങ്തി ആയിട്ടുള്ള സ്കെയിലൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ വരയ്ക്കാനൊക്കെ ആയിട്ട് സ്ട്രെയിറ്റ് ലൈനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഒരു സ്കെയിൽ അത്യാവശ്യമാണ്. ഒരു നല്ല നീളമുള്ള സ്കെയിൽ തന്നെ വാങ്ങുക. പിന്നെ വേണ്ടത് ഇത് മുട്ടുസൂചിയാണ്. നമ്മൾ തുണിയിൽ പിൻ ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള പിന്നാണിത്. കാരണം നമ്മൾ ആദ്യം തയ്ക്കുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും പിൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇതിൻ്റെ തന്നെ കുറേ വീഡിയോസ് ഇതിന് മുമ്പ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ തുടക്കക്കാർക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ നമുക്ക് തുണി പിൻ ചെയ്ത് വെക്കാം. പിന്നെ വേണ്ടത് ഇതൊരു ഫ്രഞ്ച് കർവാണ്. ഇത് നമുക്ക് പെറ്റിക്കോട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ, ഇനി കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ കർവൊക്കെ വരച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വലിയ വിലയൊന്നുമില്ല, 30 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ വേണ്ട അത്യാവശ്യ സാധനമാണ് നമ്മുടെ ടേപ്പ് കൊണ്ടാണ് നമ്മൾ തുണി അളക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ടേപ്പിൽ കണ്ടോ, ഒരു സൈഡിൽ ഇഞ്ചാണ്, ഇത് 1, 2, 3 എന്നുള്ളത് ഇഞ്ചാണ്. ഇപ്പുറത്തെ സൈഡിൽ സെൻറ്റിമീറ്ററും ഇഞ്ചും കൂടിയാണ് ടേപ്പിൻ്റെ വരുന്നത്. കണ്ടോ, ഇത് കാണിക്കുന്നത് സെൻറ്റിമീറ്ററാണ്, ഇത് ഇഞ്ചാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇഞ്ചിലാണ് തുണി നോക്കാറുള്ളത്. തുണി കട്ട് ചെയ്യുമ്പോഴൊക്കെ ഇഞ്ചിലാണ് നമ്മൾ നോക്കാറുള്ളത്. തുണി വാങ്ങിക്കുമ്പോൾ ഇതിൽ 100 സെൻറ്റിമീറ്റർ വരും. അതാണ് 1 മീറ്റർ തുണി. ഇത്രയും വരുമ്പോൾ 1 മീറ്റർ ക്ലോത്താണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ വരുന്നത് 1.5 മീറ്റർ ക്ലോത്താണ് വരുന്നത്. ഇത് ഈ ഒരു ടേപ്പിൻ്റെ ഫുൾ നമ്മൾ ലെങ്ത് നോക്കുന്നത് 1.5 മീറ്റർ ക്ലോത്താണ്. 1.5 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഒരു ടേപ്പ് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട സാധനമാണ്. അപ്പോൾ ഇതും പലതരത്തിൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. വില കൂടിയതും കുറഞ്ഞതും ഒക്കെ തന്നെയും കിട്ടും. പിന്നെ വേണ്ടത് നൂല്, നല്ല ക്വാളിറ്റിയുള്ള നൂല് തന്നെ നോക്കി വാങ്ങിക്കുക. കാര്യം ഇല്ലെങ്കിൽ അത് പൊട്ടി പോകും. നമ്മൾ മെഷീനിലിടുമ്പോൾ പൊട്ടിപ്പോവുകയും പിന്നെ മെഷീൻ കംപ്ലൈൻ്റ് ഒക്കെ വരും. അതുകൊണ്ട് നല്ല നൂല് തന്നെ വാങ്ങിക്കുക. പിന്നെ ഇത് അത്ര അത്യാവശ്യമുള്ള സാധനമല്ല, എന്നാലും ഇത് സീം റീപ്പർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ തയ്ച്ചിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. നൂല് അഴിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. നമ്മൾ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതിനും വലിയ വിലയൊന്നുമില്ല, 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ. അപ്പോൾ ഇതും ഒരെണ്ണം വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ തയ്ക്കുമ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കേണ്ടത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇല്ലാത്തത് നമ്മൾ സമയം പോലെ വാങ്ങിക്കുക. അതുപോലെ തന്നെ ആ കർവ് വരച്ചതും ഒന്ന് തയ്ച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത കട്ടിങ്ങുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.